എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പേഴ്സിനെ പറ്റിയാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ ഒരു പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, ആ പേഴ്സിനകത്ത് പൈസ വരുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. ചില പേഴ്സ് നമ്മളൊരു കൊള്ളത്തില്ല, പൈസ വരുന്നില്ല എന്നൊക്കെ പറയും, നെഗറ്റീവാണ് നമ്മൾ പറയാറുണ്ട്. അപ്പം അതിനുള്ള കാരണങ്ങളും പേഴ്സിലേക്ക് നമുക്ക് പൈസ ആകർഷിക്കാനുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ഷെയർ കൂടെ ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ സൂക്ഷിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിലേക്ക് പൈസ വരുന്നത്. പേഴ്സ് പലരും പല രീതിക്കാണ് ഉപയോഗിക്കുന്നത്. ചിലർ ലേഡീസ് ഒക്കെ എന്ന് പറയുമ്പോൾ അവരുടെ ചെറിയൊരു പേഴ്സായിരിക്കും, ചിലർ അവരുടെ ഹാൻഡ് ബാഗ് ആയിരിക്കും, ഹാൻഡ് ബാഗിനകത്തായിരിക്കും അവരുടെ പൈസയും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. പുരുഷന്മാരാകുമ്പോഴത്തേക്ക് ചിലർ പേഴ്സിനകത്തിട്ട് ചിലർക്ക് ഫോണും പേഴ്സും ഒക്കെ ആയിട്ടുള്ളുണ്ട്, അങ്ങനെയുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ പേഴ്സ് എന്ന് പറയുമ്പോൾ ഹാൻഡ് ബാഗിനകത്ത് നമുക്ക് ഹാൻഡ് ബാഗിനകത്താണെങ്കിലും നമ്മളൊരു ചെറിയൊരു പേഴ്സാക്കി വെക്കുന്നതാണ് നല്ല കേട്ടോ. ഹാൻഡ് ബാഗ് ആയിട്ട് എടുക്കാതിരിക്കുന്നതായിരിക്കും നമ്മളതിനകത്ത്. ഇപ്പോൾ ഹാൻഡ് ബാഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വരും, നമ്മുടെ പല സാധനങ്ങളും നമ്മൾ ആ ഹാൻഡ് ബാഗിനകത്ത് വെക്കാറുണ്ട്. അങ്ങനെയല്ലാതെ നമുക്ക് പേഴ്സായിട്ടൊരു സംഭവം വേണം, ഒരു ചെറിയൊരു പേഴ്സായിട്ട്, സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ളൊരു പേഴ്സ് നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ അതിനകത്തേക്ക് നമുക്കുള്ള ആ ഒരു പൈസയുടെ ഒരു ആകർഷണം വരുന്നത് ഒരു പോസിറ്റീവായിട്ട് ഇരുന്നത്. നമ്മുടെ കയ്യിൽ എന്നെ ഇരുന്നാലും നമുക്ക് അതിനൊരു പോസിറ്റീവായിട്ട് ഇരുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നത്. ആ സമയത്ത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ നമുക്ക് ഒരിക്കലും അതിന് എത്ര നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയാലും നമ്മുടെ പേഴ്സിൽ നമുക്ക് ശേഖരിച്ച് വെക്കാൻ പറ്റത്തില്ല. ശേഖരിച്ച് വെക്കാൻ വെച്ചാൽ നമ്മുടെ ഒരു ആവശ്യത്തിന് നമ്മൾ പേഴ്സിൽ പൈസ നോക്കിയാൽ നമുക്ക് ഇല്ലാതെ വരും. എപ്പോഴും ദാരിദ്ര്യമായിരിക്കും. പേഴ്സ് തുറന്ന് നമ്മൾ ഓർത്ത് ഇതിനകത്ത് 10 പൈസയില്ല, പേഴ്സ് കണ്ടോ, ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് പറയത്തില്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നെഗറ്റീവ് മാറാൻ പറ്റുന്നൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ പേഴ്സ് എന്ന് പറഞ്ഞാൽ അത് കീറി പറഞ്ഞ പേഴ്സ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കീറിയതും പൊട്ടിയതും ചിലർ നമ്മൾ പറയും ഈ പേഴ്സ് കയ്യിലിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി ലക്കെന്നൊക്കെ പറഞ്ഞ് ചിലർ, എന്നാലും നമുക്കത് ആ ഒരു സമയം നമ്മുടെ നല്ലതാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്കൊരു ഇച്ചിരി ഒരു പ്രശ്നം നിർത്തിക്കൊണ്ടത് ഭയങ്കര നെഗറ്റീവായിട്ട് നമുക്കത് ബാധിക്കും. അപ്പോൾ എന്നാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പൊട്ടിയും പറഞ്ഞ പേഴ്സ് ഒന്നും ഉപയോഗിക്കാതെ ഇച്ചിരി നല്ല പേഴ്സ് നമ്മൾ ഉപയോഗിക്കുക. കറുത്ത പേഴ്സ് നല്ലതാണ്, റെഡ് കളർ പേഴ്സ് നല്ലതാണ്. പിന്നെ റെഡ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ബ്രൗണോട് കൂടിയ റെഡില്ലേ, അതാണ്. പിന്നെ പച്ച കളർ പേഴ്സ് നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ ഇതായിട്ടുണ്ട്. എനിക്കറിയുന്ന ഇത്രയും പേഴ്സുകളാണ്. നിങ്ങൾക്ക് അത് കൂടുതൽ പേഴ്സിനെ പറ്റിയതെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയാം. അപ്പം ഇങ്ങനെയുള്ള പേഴ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ലക്കാന്നാണ് പറയുന്നത്, അങ്ങനെയുള്ള പേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക്. അപ്പം പേഴ്സ് എപ്പോഴും നമ്മൾ സൂക്ഷിക്കാനുള്ള കാര്യം പറഞ്ഞാൽ ഈ പേഴ്സിനകത്ത് ഒരുപാട് ചില്ലറ പൈസ നിങ്ങൾ വെക്കരുത്. ഒരുപാട് ചില്ലറ പൈസ നമ്മൾ ചിലപ്പോൾ ഈ ഒരു 2 കിട്ടുന്ന പേഴ്സിനകത്ത് ഇപ്പോഴത്തെ പേഴ്സിനൊക്കെ ഒരു ചെറിയ ഉറ പോലെ ഉണ്ട്, എന്നിട്ട് അതിനകത്തൊരു സിബ് പോലെ ഉണ്ട്, അതിനകത്ത് നമുക്ക് പൈസ ഒരുപാട് ചില്ലറ പൈസയായിട്ട് നിങ്ങൾ പേഴ്സിനകത്ത് എപ്പോഴും വെക്കരുത്. കഴിവതും നോട്ടുകൾ വെക്കുക. നോട്ടുകൾ വെക്കുക എന്ന് പറഞ്ഞാൽ നല്ല നോട്ടുകൾ വെക്കുക. മുഷിഞ്ഞ് പന്നലായ നോട്ടുകൾ പേഴ്സിനകത്തുനിന്ന് ഒഴിവാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചാൽ ഒരിക്കലും അതിനകത്തൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കത്തില്ല. നല്ല നോട്ടുകൾ വെക്കുക. വെക്കുന്ന നോട്ടുകൾ നല്ലപോലെ അടുക്കി വെക്കുക. ഒരു വൃത്തിക്ക് നമ്മൾ പേഴ്സ് തുറന്ന് നോക്കുമ്പോഴേ നമുക്ക് ചിലരുടെ പേഴ്സ് തുറന്ന് നോക്കിയാൽ ഒരു 500 ഒരിടത്ത് ചുരുട്ടി വെച്ചേക്കുന്നതാണ്. ഇങ്ങനെ സൈഡിലായിട്ട് ഒരു 10 രൂപ, മുഷിഞ്ഞ ഒരു 10 രൂപ കാണും, പിന്നെ ഒരു 20 രൂപ, ഇങ്ങനെ പലതായിട്ട്. നമ്മളൊരു പേഴ്സ് തുറക്കുമ്പോൾ തന്നെ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു വൃത്തി തോന്നണം പേഴ്സിനകം. ആ പേഴ്സിനകത്തേക്ക് പൈസ നല്ല രീതിക്ക് അടുക്കി വെക്കുക, അടുക്കി ഒരു വൃത്തിയാക്കി വെക്കുക. പിന്നെ പേഴ്സിനകത്ത് നമ്മുടെ ഈ മരുന്നിൻ്റെ, പിന്നെ ഹോസ്പിറ്റലിൻ്റെ ബില്ല് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള മരുന്നിൻ്റെ ചീട്ടും കാര്യങ്ങളൊക്കെ. ഇപ്പം മരുന്ന് നമ്മൾ മേടിക്കാനുള്ളൊരു പേപ്പർ എഴുതുക. എല്ലാവരും എന്നാന്ന് വെച്ചാൽ അങ്ങനെ സൂക്ഷിക്കുന്നതെന്നു വെച്ചാൽ നമ്മൾ എവിടെയും വെച്ച് മറന്നു പോകും. അതുകൊണ്ടാണ് ഒരിക്കലും നിങ്ങൾ പേഴ്സിൽ സൂക്ഷിക്കാതിരിക്കുക. അതൊക്കെ ഒരു നെഗറ്റീവാണ് പേഴ്സിന് വരുന്നത്. നിങ്ങൾ ഈ പേഴ്സിനകത്തോട്ട് ബില്ലുകൾ വെക്കാതിരിക്കുക. അത് ബില്ലുകളെന്ന് പറഞ്ഞാൽ ഒരു ബില്ലുകളും വെക്കാതിരിക്കുക. നമ്മൾ ഒരു സാധനം മേടിച്ച് കഴിഞ്ഞ് നമ്മുടെ കിട്ടി, ചിലരുടെ പേഴ്സിനകത്ത് നോക്കിയാൽ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ബില്ലുകളും ഇപ്പോഴും പേഴ്സിനകത്ത് സൂക്ഷിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഹാൻഡ് ബാഗിനകത്ത് പൈസ സൂക്ഷിക്കേണ്ടതെന്ന്. കാര്യം നമ്മുടെ ഹാൻഡ് ബാഗിനകത്ത് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ ഇട്ടേക്കും. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ പേഴ്സിനകത്ത്, അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ പൈസകൾ സൂക്ഷിക്കുമ്പോൾ അതൊരു നെഗറ്റീവായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഈ പേഴ്സിനകത്തുനിന്ന് ഇങ്ങനെ ബില്ലുകളും കാര്യങ്ങളും, അത് എന്നാ കടയിലാണ്, തുണിക്കടയിലായാലും എവിടത്തെയാണെങ്കിലും നമ്മളെ ബില്ലുകളും കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് കളഞ്ഞേക്കാം. അതല്ല നമുക്കിനി ബില്ല് ഇനി നമുക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ വേറെ എവിടെയെങ്കിലും അത് സേഫായിട്ട് സൂക്ഷിച്ച് വെക്കുക. ഈ പേഴ്സിൽ സൂക്ഷിക്കാതിരിക്കുക. പിന്നെ ചിലർ കാണിക്കുന്ന ഇതുണ്ട്, വീട്ടിൽ നമ്മുടെ കുടുംബത്തൊക്കെ നമുക്ക് മരിച്ചു പോയി ചിലർ ഭാര്യയായിരിക്കും, ചിലർക്ക് അമ്മയായിരിക്കും, അച്ഛനായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമുക്കതുപോലെ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ട് നമുക്ക് പോയി കഴിയുമ്പോൾ അവരുടെ ഫോട്ടോ നമ്മൾ പേഴ്സിനകത്ത് സൂക്ഷിക്കാറുണ്ട്. അതും നമുക്ക് ഭയങ്കര നെഗറ്റീവാണ് തരുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുമായിരിക്കും ഗാന്ധിജിയുടെ പടമില്ലെന്ന്. ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നുള്ളൂ, ഈ ഗാന്ധിജിയുടെ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കടം വരാറുണ്ടോ? അയ്യോ ഗാന്ധിജി അപ്പൂപ്പനാണല്ലോ, നമ്മളെ വിട്ടു പോയല്ലോ എന്നോർത്ത് നിങ്ങൾ ആരെങ്കിലും സങ്കടപ്പെടാറുണ്ടോ? ഗാന്ധിജിയുടെ പടമുള്ള ആ ഒരു കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ് വരുന്നത്. നമ്മുടെ മുഖത്ത് ഒരു പോസിറ്റീവാണ്, നമ്മളത് കാണുമ്പോഴേ നമ്മുടെ മുഖം തെളിയും, നമുക്കതൊരു പോസിറ്റീവായിട്ടാണ് വരുന്നത്. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരാളുടെ ഒരു ഫോട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്കൊരു നെഗറ്റീവ് ദുഃഖമാണ്. നമുക്കത് കാണുമ്പോൾ അവരുടെ ഓർമ്മകളും വരും, അവരെ പറ്റി ഓർക്കുമ്പോഴത്തേക്ക് നമുക്ക് ദുഃഖങ്ങൾ വരും. നമ്മളെ വിട്ട് പോയാൽ അതൊരു നെഗറ്റീവാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ്. ഇപ്പം നമ്മൾ ഗാന്ധിജിയുടെ ഇത് പറയുന്നത്, ഇപ്പം എൻ്റെ മക്കൾ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല,
അവർ കണ്ടിട്ടേ ഇല്ല. എൻ്റെ അമ്മയുടെ ഫോട്ടോ ഇപ്പോൾ എവിടെ ഇരുന്നാലും അവർക്കൊരു സങ്കടം തോന്നണമെന്നില്ല. അവർക്കാരും അമ്മയുടെ സ്നേഹമോ അമ്മേനെ ഇവർ കണ്ടിട്ട് പോലില്ല ജീവനോടെ. അതേസമയം അവരുടെ അച്ഛൻ്റെ അമ്മേനെ അവർ ഒരുപാട് കാണുകയും ആ അമ്മയുടെ സ്നേഹം അവർ ശരിക്കും അറിയുകയും ചെയ്തുകൊണ്ട് ആ ഫോട്ടോ കാണുമ്പോൾ ഇവരെപ്പോഴും ചിന്തിക്കും, അമ്മൂമ്മ ഉണ്ടായ സമയത്ത് അവർക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടിയിരുന്നല്ലോ എന്നൊക്കെ ഓർത്ത് ഒരു നിമിഷം അവർക്ക് ഇടയ്ക്ക് എപ്പോഴും അവരുടെ ഉള്ളിലൊരു ചെറിയ വിഷമം തോന്നും. പക്ഷേ എൻ്റെ അമ്മയുടെ ഫോട്ടോ നോക്കുമ്പോൾ അവർക്ക് യാതൊരു വിഷമം തോന്നുന്നില്ല. അതേസമയം എനിക്കത് കാണുമ്പോൾ സങ്കടം വരും. എൻ്റെ അമ്മ എൻ്റെ കൂടെ ജീവിച്ചത്, എൻ്റെ കാര്യങ്ങൾ, അങ്ങനെ പലതും ഓർക്കും എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഗാന്ധിജിയുടെ കാര്യം പറയുന്നത്. ഫോട്ടോ നമ്മൾ കാണും, നമുക്ക് അതിനോടൊരു സങ്കടമോ അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വരത്തില്ല. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഫോട്ടോസ് നമ്മൾ ഉപയോഗിക്കുക, ഫോണിനകത്ത് വെക്കാതിരിക്കുക, നമുക്ക് നെഗറ്റീവാണ് തരുന്നത്. പിന്നെ നമ്മൾ ഈ ബ്ലേഡ് അതുപോലുള്ള ചിലപ്പോൾ എന്തൊരു ആണിയോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ പോലത്തെ എണ്ണയോ അതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ പേഴ്സിനകത്തോട്ട് വെക്കും, അതും നമുക്ക് നെഗറ്റീവാണ് വരുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു ബ്ലേഡ് എന്തെങ്കിലും ഒന്ന് മുറിച്ച് ചിലപ്പോൾ അത് നമ്മുടെ പേഴ്സിനകത്ത് വെക്കും, പിന്നീട് എന്തൊരു ആവശ്യം എടുക്കാമല്ലോ എന്ന് പറയും. അങ്ങനെ ചെയ്യാതിരിക്കുക, ബ്ലേഡ് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ പണയം വെക്കുന്നതിൻ്റെ രസീത് അത് ഒരു കാരണവശാലും നമ്മുടെ പേഴ്സിൽ വെക്കരുത്. പിന്നെ നമ്മുടെ പേഴ്സിനകത്ത് പറഞ്ഞാൽ നമുക്ക് കടം കിട്ടുന്ന പൈസ, നമ്മളിപ്പോൾ ഒരാൾ കടമായിട്ട് മേടിക്കുക, എനിക്ക് ഇച്ചിരി പൈസ വേണം ആ പൈസ നമ്മൾ പേഴ്സിൽ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം അത് നമുക്ക് കടമായിട്ട് കിട്ടിയതാണ്, നമ്മുടെ പൈസയല്ല, മറ്റൊരാളുടെ പൈസയാണ്. അത് കടമായിട്ട് നമ്മൾ മേടിക്കുന്നതാണെന്ന് പറഞ്ഞത് അതും ഒരു നെഗറ്റീവാണെന്നാണ് പറയുന്നത് പേഴ്സിൽ വെക്കുന്നത്. ഇതെനിക്കൊരാൾ പറഞ്ഞു തന്നറിവാണ്, അറിയത്തില്ല, ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അപ്പം അങ്ങനെ കടമായിട്ട് കിട്ടുന്ന പൈസ നമ്മൾ പേഴ്സിൽ വെക്കുന്നതും നമുക്ക് നെഗറ്റീവാണെന്നാണ് പറയുന്നത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സ് നമ്മൾ വരുന്നത് എവിടോട്ടെങ്കിലും എടുത്തിടുക, അങ്ങനെ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നത് തന്നെ ഭയങ്കര ഒരു നെഗറ്റീവാണ് നമുക്കുണ്ടാകുന്നത്. അതിനെ നമ്മളൊരു ബഹുമാനമില്ല, അത് പൈസയെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താലേ നമ്മളിലേക്ക് വരുള്ളൂ. മനുഷ്യരുടെ കാര്യം അങ്ങനെ തന്നെയല്ല, ഒരു മനുഷ്യരോട് നമ്മൾ സ്നേഹവും അവർക്ക് നമ്മളൊരു ബഹുമാനം അവരോട് ഒരു ഇഷ്ടവും കാണിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് നമ്മളോട് തിരിച്ചൊരു തോന്നത്തുള്ളൂ. നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് ഞങ്ങൾ ചെല്ലുന്നത് ഇഷ്ടമാണ്. നമ്മളൊരു വീട്ടിൽ വിരുന്നുകാരായിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു പച്ച വെള്ളം തരാൻ നമ്മൾ ഇറക്കി വിടുക, ഒരു മൈൻഡ് ഇല്ലാതിരിക്കുക. പിന്നെ ആ വീട്ടിലേക്ക് നമ്മൾ പോവുമോ? ഒരിക്കലും പോകത്തില്ല. നമുക്കത് പിന്നെ ആ ഒരു നമ്മൾ പറയും എന്നതിനാണ് അങ്ങോട്ട് പോകുന്നത്, അവർക്ക് നമ്മളിൽ നിന്ന് ഇഷ്ടമല്ല എന്ന് പറയുന്നതൊക്കെ തന്നെയാണ് ഈ പൈസയുടെ കാര്യത്തിലൊരു പോസ്റ്റ്. അത് മഹാലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളതൊരു താല്പര്യമില്ലാത്ത രീതി എവിടെയെങ്കിലുമൊക്കെ പേഴ്സ് ഇടുക, അവിടെ ഇട്ടേക്കുക. നമ്മൾ ആ പേഴ്സ് വെക്കാനും ഒക്കെ എപ്പോഴും നമ്മളൊരു കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്യുക. അങ്ങനെ പേഴ്സൊക്കെ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീടുകളിൽ മിക്ക സ്ത്രീകളും ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, ഭർത്താവിൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുക്കുക. അതൊന്നും ഒരു നെഗറ്റീവാണ് കേട്ടോ, അതൊരു ഭയങ്കര നെഗറ്റീവാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അവർക്കറിയായിരിക്കും നമ്മളെ പൈസ എടുക്കുന്നത്. എപ്പോഴും നമ്മളെ പൈസ എടുക്കുമ്പോൾ ഒന്ന് പറഞ്ഞേച്ചെടുക്കുക, ഞാൻ ഇതിൽ നിന്നൊരു 10 രൂപ എടുക്കുവാണ്, അല്ലെങ്കിൽ ഞാൻ 20 രൂപ എടുക്കുക, അല്ലെങ്കിൽ 100 രൂപ, എത്ര എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുക പറയും. നമ്മൾ അതിൽ നിന്ന് മോഷണം മാതിരി എടുത്ത് മാറ്റി വെക്കരുത്, അതൊരു ഭയങ്കര നെഗറ്റീവാണ്. അങ്ങനെയുള്ളത് ഒരിടത്തും രക്ഷപ്പെടത്തുമില്ല, രക്ഷപ്പെടാനോട്ട് പോകുന്നുമില്ല ഒരിക്കലും ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന്. അതുപോലെ തന്നെ ഭാര്യയുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഭർത്താവാണേലും അവർ മാറ്റി വെച്ചേക്കുന്ന പൈസ ഒരു പേഴ്സത്തെ ഒരു ഭദ്രമായിട്ട് പൈസ മാറ്റി വെച്ചിട്ടുണ്ട്, അവരറിയാതെ അതിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞാൽ അതൊരു മോഷണം തന്നെയാണ്. അപ്പോൾ ചോദിക്കും എൻ്റെ അവിടെയും പൈസ തമ്മിൽ വ്യത്യാസമുണ്ടോ? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെടുന്ന പൈസ എൻ്റെയും പൈസയിൽ ആണ്, അല്ലാന്ന് പറയുന്നില്ല. പക്ഷേ അത് സംരക്ഷിക്കുന്ന ഒരാളുണ്ട്, ആ പൈസ സൂക്ഷിച്ച് വെക്കുന്ന ഒരാളുണ്ട്. ആ ആളറിയാതെ അയാളുടെ കയ്യിൽ നിന്ന് എടുക്കുക എന്ന് പറയുന്നത് അത് മോഷണം തന്നെയാണ്. അത് ഒരു നെഗറ്റീവാണ് നമുക്ക് വരുത്തുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ട് തരത്തില്ലേ പൈസ. ഗിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലർ നമുക്ക് വിഷുവിന് അങ്ങനെ അല്ലെങ്കിൽ 1-ാം തീയതി അങ്ങനെയൊക്കെ നമുക്ക് തരുന്ന പൈസ, നമ്മൾ ആ പൈസ അന്നേരം തന്നെ അതൊരു അടുത്ത ഒരാൾക്ക് കൊടുക്കരുത്. അത് നമുക്ക് ഒരാൾ സന്തോഷമായിട്ട് തരുന്നതാണ്, അത് നമ്മുടെ പേഴ്സിൽ തന്നെ വെക്കുക. അതിപ്പോൾ ഒരു രൂപ കോയിനാണെങ്കിലും നമ്മളത് വെക്കുക. നമ്മുടെ പേഴ്സിനകത്ത് ചില്ലറ പൈസ വരാൻ ഒരുപാട് ഇടല്ലെന്ന് പറഞ്ഞ് 1 രൂപ 2 രൂപ അല്ലെങ്കിൽ 3-4 രൂപ ഇങ്ങനെ കോയിനായിട്ട് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് ചില്ലറ പൈസ പേഴ്സിൽ കാണും, ചില്ലറ പൈസ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയുള്ളവരുടെ കാര്യമാണ് പറഞ്ഞാൽ ചില്ലറ പൈസ സൂക്ഷിക്കുക. നമുക്ക് പോരുകയാണെങ്കിലും ഒരാൾ ഒരു ഗിഫ്റ്റായിട്ട് തരിക, അല്ലെങ്കിൽ ഒരു വിഷു കൈനീട്ടം തരിക, അല്ലെങ്കിൽ നമുക്ക് ഒരാൾ സന്തോഷമായിട്ട് തന്ന പൈസ അത് നമ്മുടെ പേഴ്സിൽ വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്കൊരു പോസിറ്റീവായിട്ട് അവർ സന്തോഷമായിട്ട് നമുക്ക് തരുന്നതാണ്. ആ സന്തോഷമായിട്ട് തരുന്ന പൈസ നമ്മൾ കടമേടിക്കുന്ന പൈസ അല്ല കേട്ടോ, സന്തോഷമായിട്ട് നമ്മളവരോട് ചോദിച്ച് കിട്ടുന്നതല്ല, ചോദിക്കാതെ കിട്ടുന്നതാണ് നമുക്ക് ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റായിട്ട് കിട്ടുന്ന ആ പൈസ നമ്മുടെ പേഴ്സിൽ വെക്കുന്നത് നമുക്ക് നല്ലൊരു ഇതാണ്, നല്ലൊരു ഐശ്വര്യമാണ് നമുക്ക് ആ പേഴ്സിനകത്ത് പൈസ അങ്ങനെ വെക്കുന്നത്. പിന്നെ ഇനി പേഴ്സിനകത്ത് ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് പോകാൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സിനകത്ത് നമുക്ക് പൈസ അതിനകത്തേക്ക് ആകർഷിക്കപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പച്ചക്കർപ്പൂരവും ഉപ്പും കൂടെ അത് രണ്ടും കൂടെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിനകത്തോ അല്ലെങ്കിൽ പേപ്പറിനകത്ത് ചിലപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഈ ഉപ്പങ്ങ് അലിയും എന്നാണ് പറയുന്നത്. നമ്മൾക്കിപ്പോൾ ഒരു നെഗറ്റീവായിട്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെച്ചാൽ ആ ഉപ്പ് പെട്ടെന്ന് അങ്ങ് അലിയും. നമുക്ക് നെഗറ്റീവ് ഉള്ളത് ആണെങ്കിൽ, നെഗറ്റീവ് അല്ലെങ്കിൽ ആ ഉപ്പ് കല്ല് അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മളൊരു ഉപ്പ് കല്ല് നമ്മളെടുത്ത് വെക്കുന്നത് അത് അലിഞ്ഞു പോകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക്
അലിഞ്ഞ് പോവുകയാണെങ്കിൽ നമുക്കത് പേഴ്സിനകത്തൊക്കെ ആയി കഴിഞ്ഞാൽ പേഴ്സൊക്കെ വെച്ച് പൊടിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്കൊരു ചെറിയൊരു പ്ലാസ്റ്റിക് കവറെടുത്ത് വെച്ച് ആ കവറിനകത്തോട്ട് ഈ ഉപ്പും ഒരു കല്ല് മതി, 3 കല്ല് മതി, ഒരു 3 കല്ല് ഉപ്പോ അല്ലെങ്കിൽ ഒരു കല്ല് ഉപ്പോ ഒരു കുഞ്ഞു കല്ല് ഉപ്പ് എടുത്ത് വെച്ച് അതിനകത്തോട്ട് ഈ ഒരു പച്ചക്കർപ്പൂരം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ കർപ്പൂരം പോലെ ഇങ്ങനെ ചെറിയ ചെറിയ കട്ടകളായിട്ട് കിട്ടത്തില്ല, ഇച്ചിരി നീളത്തിലും പല ഷേപ്പിലാണ് അത് കിട്ടുന്നത്. അതിൽ നിന്ന് ഒരു ഇച്ചിരി ഒടിച്ചെടുത്ത് നമ്മൾ അതിനകത്തോട്ട് വെക്കുക. ഒത്തിരി ഒന്നും വെക്കണ്ട കേട്ടോ, ഒരു ചെറിയ പീസ് വെച്ചാൽ മതി. അപ്പോൾ അതിന് നല്ലൊരു മണമുണ്ട്. ആ ഒരു മണം തന്നെ നമ്മുടെ ഇതിനൊരു പോസിറ്റീവായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ഇത് നമ്മൾ പേഴ്സിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണത്തെ ആകർഷിക്കുമെന്നാണ് പറയുന്നത്. മഹാലക്ഷ്മി കടാക്ഷമുള്ളതാണ് ഉപ്പ്, നെഗറ്റീവിനെ കളയാനും കഴിവുള്ളതാണ് ഉപ്പ്. പച്ചക്കർപ്പൂരം നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുത്തുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേഴ്സിനകത്ത് പൈസ വരും. അപ്പോൾ നമുക്കിത് വെക്കേണ്ട ദിവസങ്ങൾ ഏതാണെന്ന് നിങ്ങൾ ചോദിക്കായിരിക്കും. വെള്ളിയാഴ്ച ദിവസം നമ്മൾ വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഇത് വെക്കുന്നത് നല്ലതാണ്. നമ്മുടെ പേഴ്സിൽ നിന്ന് ഇത് നമുക്കൊരു 41 ദിവസം വരെയൊക്കെ നമുക്ക് നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കാം. അത്രയും ദിവസം കഴിയുമ്പോൾ പിന്നെ നമുക്കത് മാറ്റി വെക്കുമ്പം നിങ്ങളൊരു ശനിയാഴ്ച ദിവസം വേണം അതിൽ നിന്ന് മാറ്റിയിടാം. അപ്പോൾ അത് 40 ദിവസം ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് അതിന് മുന്നേ എടുത്ത് നിങ്ങൾക്ക് ആ ഒരു ശനിയാഴ്ച ദിവസം നിങ്ങളുടെ പേഴ്സിനകത്തുനിന്ന് ആ ഇതെടുത്ത് കളയാന്ന് പറഞ്ഞാൽ ഉപ്പ് കല്ല് അലുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉപ്പ് കല്ല് അലിപ്പിച്ച് കളയാം. പച്ചക്കർപ്പൂരം ആ വെള്ളത്തിലോട്ട് പൊടിച്ച് നമ്മുടെ സിങ്കിലൂടെ ഒഴിച്ച് കളയാം, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വീണ്ടും അതുപോലെ തന്നെ വെക്കാം. പിന്നെ നമ്മുടെ പേഴ്സിൽ വെക്കാൻ പറ്റിയൊരിതാണ് ഗ്രാമ്പു നമുക്ക് പോസിറ്റീവായിട്ടൊരു തരുന്നതാണ്. ഗ്രാമ്പു വെച്ചാൽ ഒരു 3 ഗ്രാമ്പു നമ്മളൊരു പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചാൽ നമുക്കതൊരു പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഏലക്ക നല്ലതാണ്, 3 ഏലക്ക വെക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം കൂടെ ഒന്നിച്ചല്ല കേട്ടോ, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ വെച്ചാൽ മതി. ഇതെല്ലാം നമുക്ക് ലക്ഷ്മി കടാക്ഷമുള്ളതാണ്. ഈ ഏലക്ക എന്ന് പറയുന്നത് ഗ്രാമ്പു എന്ന് പറയുന്നതൊക്കെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള കിട്ടുന്നതാണ്. പിന്നെ ചിലർ ചെയ്യാറുണ്ട് ഉപ്പും മഞ്ഞളും കൂടെ വെക്കാറുണ്ട്. ഉപ്പും മഞ്ഞളും നമുക്ക് പോസിറ്റീവ് ലക്ഷ്മി കടാക്ഷമുള്ളതാണ്. ഉപ്പും മഞ്ഞളെന്ന് നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞളല്ല, നല്ല ഉണങ്ങിയ മഞ്ഞൾ നമുക്ക് ഈ അങ്ങാടിക്കട കിട്ടും. ഉണങ്ങിയ മഞ്ഞൾ കിട്ടും, അതിൻ്റെ ഒരു കുഞ്ഞ് കഷ്ണം മതി. അങ്ങനെ വെച്ചാലും അത് പോസിറ്റീവായിട്ടാണ് വരുന്നത്. പിന്നെ ചിലർ ചെയ്യാറുണ്ട് ആലില പേഴ്സിനകത്ത് വെക്കുന്നതും നമുക്ക് പേഴ്സിനകത്ത് എപ്പോഴും നമുക്ക് പൈസ വന്നുകൊണ്ടിരിക്കും. എപ്പോഴും പൈസ വന്നുകൊണ്ടിരിക്കുന്നതല്ല, ചുമ്മാ ഇങ്ങനെ ഓടിക്കയറി പൈസ വരുന്നതല്ല, അതിനുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് തെളിഞ്ഞു കിട്ടും. നമ്മുടെ ഒരു ജോലിയാണേലും നമ്മൾ എന്നത്തിനാണേലും നമുക്ക് അതിനുള്ള പോസിറ്റീവ് എങ്ങനെയൊക്കെ നമുക്ക് വരുമാനങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് അതിനുള്ള മാർഗ്ഗങ്ങൾ തെളിഞ്ഞു കിട്ടിക്കൊണ്ടിരിക്കും. അല്ലാതെ പേഴ്സിൽ പൈസ വരുമ്പോൾ എല്ലാവരും വിചാരിക്കല്ലേ ഇതെല്ലാം ഇതിനകത്ത് റെഡിയാക്കി വെച്ച് എൻ്റെ പേഴ്സ് ഭദ്രമായിട്ട് അലമാരി വെച്ചേക്കാം, സേഫായിട്ട് വെക്കണമെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അങ്ങനെ സേഫായിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ചെന്ന് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് പൈസ നിറഞ്ഞിരിക്കും. അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത് നിങ്ങൾ. ചിലപ്പോൾ ചിലരൊന്നും അങ്ങനെ കമൻറ്റും ചെയ്യരുത്. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിവരക്കേടിൻ്റെ വർത്താനായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാര്യം ഒരിക്കലും ജോലി ചെയ്ത് നമുക്ക് പൈസ കിട്ടത്തില്ല. നമ്മൾ ജോലി ചെയ്യാൻ പോയാൽ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴത്തേക്ക് നമ്മൾ ഈ പേഴ്സിനകത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഇത് നമുക്ക് കിട്ടും. നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും ഒരു നെഗറ്റീവാണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ നമ്മൾ എത്ര പോസിറ്റീവായിട്ട് എന്നെ കാര്യം ചെയ്യുന്നെങ്കിലും നമുക്കൊരു നെഗറ്റീവ് ഒരു ഇതായിട്ട് നമ്മുടെ വീടിനകം മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ മഞ്ഞപ്പട്ടിനകത്ത് നമുക്ക് പൊതിഞ്ഞ് വെക്കാം. ഈ പച്ചക്കർപ്പൂരവും ഉപ്പും കൂടെ നമുക്ക് പൊതിഞ്ഞ് വെക്കാം. അങ്ങനെ ചെയ്താലും നമുക്ക് പോസിറ്റീവായിട്ടുള്ളത് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അലമാരിക്കകത്ത് നമ്മൾ പൈസ വെക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെയും ഒരു പച്ചക്കർപ്പൂരം ഇതും കൂടെ ഒരു തുണിക്കകത്ത് ഒരു മഞ്ഞപ്പട്ടിനകത്ത് പൊതിഞ്ഞോ ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു പാത്രത്തിലോ നമ്മൾ വെക്കുവാണെങ്കിൽ എപ്പോഴും അതിനകത്ത് ആ ഒരു അലമാരിൽ ആ ഒരു പച്ചക്കർപ്പൂരത്തിൻ്റെ സ്മെല്ല് നിൽക്കും. ഈ ഉപ്പ് നെഗറ്റീവായിട്ട് ഇങ്ങനെ പോവുകയും ചെയ്യും. അങ്ങനെ അത് നിങ്ങൾ ഇടയ്ക്ക് നോക്കണം കേട്ടോ. നോക്കി കഴിയുമ്പോഴത്തേക്ക് എന്നേലേക്ക് ഉപ്പ് അലിത്ത് പോകുന്നുണ്ടെങ്കിൽ ഉപ്പ് അലിത്ത് വെള്ളമാകുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളത് കളഞ്ഞ് ചടുത്തെടുത്ത് വെച്ചേക്കണം. നമുക്ക് നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ പേഴ്സിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ടുള്ളത്. പേഴ്സിൽ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കും. നമുക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ട് കുറഞ്ഞിരിക്കും, നമ്മുടെ വരുമാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും പേഴ്സ് ഇങ്ങനെയൊക്കെ നോക്കിയാൽ. പിന്നെ ചിലർ പറയുമായിരിക്കും പേഴ്സ് ഇങ്ങനെയൊക്കെ നോക്കിയാലൊന്നും മാറത്തില്ല, ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ ആയിക്കോട്ടെ, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. നമ്മുടെ വിശ്വാസങ്ങളാണ് നമ്മളെ രക്ഷിക്കുന്നത്. നെഗറ്റീവ് പറയുന്നവരുടെ വിശ്വാസം അതാണെങ്കിൽ അങ്ങനെ അവരെ രക്ഷിക്കട്ടെ. പോസിറ്റീവാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നമുക്ക് ഏതൊരു കാര്യവും ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ പോസിറ്റീവ്, നമ്മുടെ അവിശ്വാസമാണ് നമ്മുടെ നെഗറ്റീവ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. കാര്യം നമ്മൾ പോസിറ്റീവായിട്ട് ഒരു കാര്യം നടക്കും, അതെന്നെ കൊണ്ട് പറ്റും എന്ന് തീരുമാനിച്ചാൽ നമുക്കത് നടന്നിരിക്കും. ഒരു നെഗറ്റീവായിട്ട് നമ്മളതിന് അതെന്നെ കൊണ്ട് പറ്റത്തില്ല, ശരിയാകത്തില്ല, ഇവരൊക്കെ ചുമ്മാ പറയുന്നതാണ്, ഇതൊക്കെ വെറുതെ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് പരീക്ഷിക്കാൻ പോയാൽ ഒരിക്കലും അത് സാധിച്ചു കിട്ടത്തില്ല. ചെയ്യും ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ പറഞ്ഞാൽ ഉപ്പും കർപ്പൂരവും വെക്കും, ഗ്രാമ്പു വെക്കും, ഏലക്ക വേണമെങ്കിൽ ഇതെല്ലാം കൂടെ അവർ വേണമെങ്കിൽ അതിനകത്ത് വെക്കും. എന്നിട്ട് ഇവർ പറയും ഇതൊന്നും ശരിയാകത്തില്ല എന്ന്. ഇവരുടെ ഉള്ളിൽ ഇവർക്ക് ഇതിനോട് വിശ്വാസമില്ല. പക്ഷെ പുറമേ ഇവരത് വിശ്വാസം ഉണ്ടെന്ന് ഇവർ സ്വയം നടിച്ച് ചെയ്യും. അങ്ങനെയുള്ളവർക്കൊക്കെ ഫുള്ളി നെഗറ്റീവ് ആയിരിക്കും, യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പേഴ്സിനെ പറ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.
അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ എന്നിലൊക്കെ കാര്യങ്ങൾ എന്ത് പറയാൻ മറന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഓർത്ത് ഇരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. നമ്മൾ ഈ ഓർക്കുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർത്തോർത്ത് പറയാൻ പറ്റും. അല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചൊക്കെ വിട്ടുപോകും. ഇനി ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ വിട്ടിട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്നിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ പറയാം. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാമേ.